ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിൽ പുതിയ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്തുവെന്ന് മോദി സ്റ്റാമർ സംയുക്ത പ്രസ്താവന. ഗസ യുക്രൈൻ സംഘർഷങ്ങളും ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പുകഴ്ത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി രംഗത്തെത്തി. भारत और यूके नेचुरल पार्टनर्स हैं. हमारे संबंधों की नींव में डेमोक्रेसी, फ्रीडम और रूल ऑफ लॉ जैसे मूल्यों में साझा विश्वास है. मौजूदा वैश्विक अस्थिरता के दौर में भारत और यूके के बीच ये बढ़ती हुई साझेदारी ग्लोबल स्टेबिलिटी और आर्थिक प्रगति का एक महत्वपूर्ण आधार बनी रही है. आज की बैठक में हमने इंडो पैसिफिक, वेस्ट एशिया में शांति और स्थिरता और यूक्रेन में चल रहे संघर्ष पर भी विचार साझा किए. यूक्रेन कॉन्फ्लिक्ट और गाजा के मुद्दे पर भारत डायलॉग और डिप्लोमेसी से शांति की बहाली के सभी प्रयासों का समर्थन करता है. हम इंडो पैसिफिक क्षेत्र में मैरीटाइम सिक्योरिटी कोऑपरेशन बढ़ाने के लिए पूर्ण रूप से प्रतिबद्ध है. Prime Minister Modi, it was an honour for me to host you in the United Kingdom in July at Chequers, and I am so delighted to be making this return visit just a few short months later. And can I just extend my thanks to the very warm welcome that you and the whole country have extended to me as Prime Minister, to the whole delegation, and through us to the whole of the United Kingdom. It is very much appreciated, very much. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, അമേരിക്കയുമായൊക്കെയുള്ള അകൽച്ചയ്ക്കിടെയാണ് ഇപ്പോൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അടുക്കാൻ, ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്താനൊക്കെ ഇന്ത്യ നീക്കം നടത്തുന്നത്. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഈ കൂടിക്കാഴ്ച എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു? വ്യാപാര കരാർ ഉൾപ്പെടെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് നേതാക്കൾ പറഞ്ഞത്. അനുജ സൂചിപ്പിച്ചത് തന്നെയാണ്, അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം വഷളായിരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യ കൂടുതൽ വിപണികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ബ്രിട്ടനുമായി ഈ തരത്തിലൊരു കൂടിക്കാഴ്ച ചർച്ച നടക്കുന്നത്. ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടനിലെത്തുകയും അവിടെ വെച്ച് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഈ മുംബൈയിൽ നടന്ന ചർച്ചയെ നമ്മൾ കാണേണ്ടത്. രാജ്ഭവനിൽ വെച്ചായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച നടന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കൊപ്പം 100ഓളം പേരടങ്ങുന്ന സംഘമാണ്. വ്യവസായ പ്രമുഖരുണ്ട്, വൈസ് ചാൻസലർമാരുണ്ട്, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ട്. അങ്ങനെ 100ഓളം പേരടങ്ങുന്ന വലിയ സംഘമാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ UK-യിൽ നിന്നുള്ള ബ്രിട്ടനിലെ 9 യൂണിവേഴ്സിറ്റികളുടെയെങ്കിലും ക്യാമ്പസുകൾ തുടങ്ങും എന്നൊരു തീരുമാനം കൂടി ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വാഭാവികമായ പങ്കാളികളാണ് ഇരു രാജ്യങ്ങളും എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാരത്തിനപ്പുറത്തേക്ക് നൂതന ആശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിസർച്ച് നടത്താനുള്ള കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് സ്ഥാപിക്കും എന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ വിവിധ മേഖലകൾ, സുരക്ഷ അടക്കമുള്ള, പ്രതിരോധമടക്കമുള്ള മേഖലകളിൽ നിലവിലുള്ള സഹകരണം അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കും എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇനിയും ശക്തമാക്കും എന്നതും നരേന്ദ്രമോദി പറയുകയുണ്ടായി. അങ്ങനെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഈ ചർച്ചയിൽ പ്രധാനമായി ഉയർന്നു വന്നത്. മിഷൻ 2035, അതായത് അടുത്ത 10 വർഷത്തേക്കുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, പ്രതിരോധം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിലൊക്കെ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കൂടി ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിയുകയുണ്ടായി. ഇന്നിപ്പോൾ ഇനി ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ കൂടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. മുംബൈയിലെ BKC-യിലാണ് ആ പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നത്. അനുജ, നരേന്ദ്രമോദി കിയർ സ്റ്റാമർ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.